ഒളിയിടത്തിൽ നിന്ന് അങ്ങനെ നമ്മുടെ ഖമനേയി പുറത്തു വന്നിരിക്കുന്നത്. എന്തായിരിക്കും ഇറാൻ ഖമനേയിലൂടെ ഇനി ചെയ്യാൻ പോകുന്നത്? ഈ പുറത്തു വന്ന ആൾ ഖമനേയി തന്നെയാണോ? ഉറപ്പുണ്ടോ? അല്ല, അങ്ങനെ പറയുന്നു. അങ്ങനെ ഉറപ്പിക്കാം. ഞാൻ പറയുന്നത് 1 വർഷം മുമ്പ് ഖമനേയി മരിച്ചുപോയി എന്ന് പറഞ്ഞ വാർത്ത ഉണ്ടായിരുന്നു. നമ്മളൊക്കെ വാർത്ത നമ്മൾ അല്ല, അത് നമ്മൾ കൊടുത്തതിന് ശേഷം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഉണ്ടോ, മീഡിയ മണ്ണിൽ ചർച്ച. ഖമനേയിക്ക് എന്തോ പറ്റിയെന്ന്, അദ്ദേഹം ഗുരുതരമായ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സംഭവിച്ച് കാണാം എന്നൊക്കെ അവരും പറഞ്ഞത്. എനിക്കിപ്പോഴും സംശയമുണ്ട്. ഈ സുനിലെ ഈ ഇറാനിലെ ഒരു 10-75-80 വയസ്സുള്ള താടി വെച്ച ഒരു കിളവൻ, തലയിലൊരു കെട്ടി, പിന്നെ താഴത്തേക്ക് നമ്മൾ കണ്ടിട്ടില്ല. ഈ ഖമനേയി നടന്നു പോകുന്നു, ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നു, പബ്ലിക്കിൽ പെരുമാറുന്നു, അങ്ങനെ ഒരു കാഴ്ചയില്ലല്ലോ. ഒരു പ്രത്യേക പോസിലാണ് എപ്പോഴും ഖമനേയിയെ കാണുന്നത്, രൂക്ഷമായ പ്രസംഗം, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഇറാനിലെ ഒരു കിളവനെ പിടിക്കുക, താടിയൊക്കെ ട്രിം ചെയ്ത് റെഡിയാക്കിയിട്ട് ചേട്ടനാണ് ഖമനേയി, അത്യാവശ്യം മേക്കപ്പും പുളി അങ്ങാകും. ഈ ഡ്യൂപ്ലിക്കേറ്റ് ഖമനേയാണ്. 4-5 ഖമനേയി അവർക്ക് ഉണ്ടാക്കി വയ്ക്കാം. കാരണം ഏകദേശം ഇറാനിലെ ഏത് കിളവനും താടി വെച്ച് കഴിഞ്ഞാൽ ഖമനേയാകും. ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അത് നമ്മളാരും നേരിട്ട് കണ്ടിട്ടില്ല. നമ്മളിത് സൂക്ഷിച്ച് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒന്നും നമുക്കറിയാൻ പറ്റില്ല. പണ്ട് നമ്മുടെ ജനീകം പത്രത്തെ പറ്റിയൊരു തമാശ യേശുദാസിൻ്റെ കാർട്ടൂൺ മാഗസിനിൽ വന്നിരുന്നു. പുള്ളി ഡ്യൂപ്ലിക്കേറ്റ് പത്രം ഇറക്കും, അസാദ്. അപ്പോൾ അത്തവണ ഇറക്കിയത് ജനീകം പത്രമാണ്. അത് ഈ വീക്കിലിക്കകത്ത് ഇങ്ങനെ സ്റ്റാപ്പിൾ ചെയ്ത് വയ്ക്കും, ചെറിയ മിനിയേച്ചർ. അപ്പോൾ അതിൽ യേശുദാസിനെ എഴുതി, ജനീകം വലിയ ദാരിദ്ര്യത്തിലാണ്. പണ്ട് കാമ്പശ്ശേരിയാണ് പത്രാധിപർ. ഇന്നും ജനീകം ദാരിദ്ര്യത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം CPI ഭരിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ജനീകത്തിൻ്റെ കാര്യം മതി. അപ്പോൾ കാമ്പശ്ശേരി പത്രാധിപർ സ്വരൺ സിംഗ് വിദേശകാര്യമന്ത്രിയായി ചുമതലയേറ്റു. അപ്പോൾ സ്വരൺ സിംഗിൻ്റെ ഫോട്ടോ കൊടുക്കണം. ഫോട്ടോ കൊടുക്കണമെങ്കിൽ ബ്ലോക്ക് എടുക്കണം. ഇന്നത്തെ പോലെയല്ല, ബ്ലോക്ക് എടുക്കണമെങ്കിൽ കാശ് വേണം. 2 രൂപ മറ്റുമാണ് ബ്ലോക്കിന്. 2 രൂപ പോയിട്ട് 50 പൈസ പോലും കാമ്പശ്ശേരിയുടെ ഇടയിലില്ല. കാമ്പശ്ശേരി പറഞ്ഞു, ഇടാ, ആ മിൽഖാ സിംഗ് ഒളിമ്പിക്സിൽ 4ാം സ്ഥാനം കിട്ടിയില്ലേ, ആ ചേട്ടാ കിട്ടിയിരുന്നു, അയാളുടെ ഫോട്ടോ ആ ബ്ലോക്കിലിപ്പില്ലേ, അവൻ തപ്പിയെടുത്ത്, ചേട്ടാ അത് മിൽഖാ സിംഗ് അല്ലേ, ഇത് സ്വരൺ സിംഗ് ആണല്ലോ. കാമ്പശ്ശേരി പറഞ്ഞു, ഇവിടെ താടിയും തലപ്പാവും വെച്ച ഒരുത്തൻ്റെ ഫോട്ടോ കൊടുക്കുക, മലയാളിക്ക് ഇത് വല്ലതും തിരിച്ചറിയാം. മിൽഖാ സിംഗ് ഒളിമ്പിക്സിന് പോയാലും, സെയിൽ സിംഗ് പ്രസിഡന്റ് ആയാലും, സ്വരൺ സിംഗ് വിദേശകാര്യമന്ത്രി ആയാലും, ഞാൻ താടിയും തലപ്പാവും വെച്ച ഒരാൾ മലയാളിയെ സമയത്തോളം ഇതൊക്കെ സത്യത്തിൽ സിംഗന്മാരെ തിരിച്ചറിയാൻ വലിയ പ്രയാസമാണ്. എല്ലാവരും താടിയും തലപ്പാവും ഉണ്ട്, പിന്നെ ആകെ ഇത്രയും പോർഷനല്ലേ കാണുന്നുള്ളൂ. ഇതാണ് ഖമനേയിയുടെ രഹസ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഖമനി മരിച്ചു, ഖമനി ഉയർത്തെഴുന്നേറ്റു, ഖമനി ആ ഒളിവിൽ പോയി, വീണ്ടും ഖമനി. പക്ഷെ ഖമനേയ്ക്ക് ഒരു കൈയില്ല, കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഒരു ബോംബ് സ്ഫോടനത്തിൽ ഒരു കൈ നഷ്ടപ്പെട്ടു പുള്ളി. ശരി, എനിക്കറിയില്ല അത്ര സൂക്ഷ്മമായിട്ട് കുഴപ്പമുണ്ട്, അത്ര സൂക്ഷ്മമായിട്ടൊന്നും അങ്ങനെ ഖമനേയി എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തോ, ഏകദേശം ഒരേ ഫോട്ടോയാണ് വരുന്നത്. ഗൂഗിൾ ഇമേജസിൽ പോയി കഴിഞ്ഞാൽ ഒരേ ഫോട്ടോയാണ്, ഒരല്പം തിരിഞ്ഞതോ പിരിഞ്ഞതോ, അല്ലെങ്കിൽ താടി ഇച്ചിരി കൂടെ വളർന്നതും പിന്നെ ട്രിം ചെയ്തതും, ഇത്രയേ കാണുള്ളൂ. വേറെ ഖമേനിയുടെ പോസ്റ്റ് ചില ലോക നേതാക്കന്മാർക്ക് ഇങ്ങനെ ഡമ്മികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സ്റ്റാലിനുണ്ടായിരുന്നു, കിമ്മിനുണ്ട്, അതൊക്കെ ഉണ്ട്. ഇയാൾക്ക് നമ്മളുടെ ഷീ ജിൻപിങ്ങിനുണ്ട് എന്ന് പറയപ്പെടുന്നു, ഇപ്പോൾ ചൈനീസ് പ്രീമിയർ. അപ്പോൾ ഇത് ആൾമാറാട്ടമാകാം. നെതന്യാഹുവിന് ഇത് പറ്റില്ല. നെതന്യാഹുവിനെ കണ്ടാൽ തിരിച്ചറിയാം, വേറെ നെതന്യാഹു പറയാൻ കഴിഞ്ഞാൽ പിടിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് നെതന്യാഹുവിന് ആ ലക്ഷറി ഇല്ല, ഖമനേയിക്ക് ഇതുണ്ട്. നിങ്ങൾക്ക് വേഷം മാറണമെങ്കിൽ ഇത് ഇറാൻ ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഖമനേയി പോയി എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഇറാനിൽ ആഭ്യന്തര കലാപം നടക്കും, അഥവാ നടക്കും എന്ന് അവർ ഭയപ്പെടുന്നു. ഖമനേയിയാണ് ഇത് പിടിച്ചു നിർത്തുന്ന ആൾ. ഇത് ആ കെട്ട് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പെണ്ണുങ്ങളെല്ലാം കൂടെ തെരുവിലിറങ്ങി അവിടെ വലിയ പ്രശ്നം നടക്കും. ഇറാനിലെ ഭരണകൂടത്തോട് ഇറാൻ ജനതയ്ക്ക് ഒരു മതിപ്പുമില്ല. പിന്നെ ഇസ്രായേലുമായിട്ട് അടി നടക്കുന്നതുകൊണ്ട് അവർ മിണ്ടാതിരിക്കുന്നു. അടി നടന്നപ്പോൾ അവർ വലിയ ആഹ്ലാദത്തിലായിരുന്നു, പ്രതീക്ഷയിലുമായിരുന്നു. അതിന് കുറച്ച് പേരെ ഇതിലിറക്കിയതാണ്, തെരുവിലിറക്കി അത് ഇല്ലാതെയാക്കി. ഖമനേയിക്ക് സപ്പോർട്ടായിട്ട് തെരുവിൽ വലിയ പ്രകടനമൊക്കെ നടത്തിച്ചിട്ട് വിമത വിഭാഗത്തെ മിണ്ടാതെയാക്കി.
ബട്ട് വിമത വിഭാഗത്തിനും ഒരു സങ്കടമുണ്ട്. പഴയ ഷാ കുടുംബമുണ്ടല്ലോ, പെഹലവി എന്നൊക്കെ പറഞ്ഞു, അവർ ഇതിലും തല്ലിപ്പൊള്ളികളാണ്, ഖമനയെക്കാളും തല്ലിപ്പൊള്ളികളാണ്. അവർക്ക് ഈ മതതീവ്രവാദം ഇല്ല എന്നുള്ളത് ഒഴിച്ചാൽ അസാമാന്യ വൃത്തികെട്ടവന്മാരാണ് അവർ. ഇയാളെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അവൻ വന്ന് കയറുമോ എന്നവർക്ക് പേടിയുണ്ട്. അങ്ങനെ ഒരു സന്നിഗ്ധാവസ്ഥയുണ്ട്. ഏതായാലും ഖമനയെ പുറത്തിറങ്ങി ഇപ്പം വെടിനിർത്തലായി. ഇനിയിപ്പം ആരും കൊല്ലാനോ പിടിക്കാനോ ഒന്നും പോകുന്നില്ല. ഇടയ്ക്ക് വന്നൊന്ന് മസിൽ പഠിപ്പിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞൊരു പ്രസംഗമൊക്കെ നടത്തി. ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുമോ? ന്യൂക്ലിയർ ബോംബ് അവരുണ്ടാക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഫീഡ്ബാക്ക് അനുസരിച്ച് കിട്ടുന്നത്. അമേരിക്ക ഈ പറഞ്ഞ നാശനഷ്ടമൊന്നും ഫോർദോയിൽ ഉണ്ടാക്കിയിട്ടില്ല. അമേരിക്ക നമ്മളെ കോപ്പി അടിക്കുകയായിരുന്നു. നമ്മൾ നൂർഖാൻ ബേസിൽ പാകിസ്ഥാനെ അടിച്ചപ്പോഴാണ് ഈ ഐഡിയ കിട്ടുന്നത്. ഈ ആണവായുധം അടിയിലിരിക്കുന്നു, ഇത് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ഇത് ആണവായുധത്തിൽ തൊട്ട് കഴിഞ്ഞാൽ സംഭവം മുഴുവൻ കുഴപ്പമാകും. എന്ത് ചെയ്യും? ഇപ്പം നമ്മുടെ പട്ടാളക്കാർക്ക് സാമാന്യ ബുദ്ധി വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ പട്ടാളത്തിൽ തങ്കപ്പൻ ചേട്ടൻ പറഞ്ഞു, സാറേ അധികം ആലോചിക്കാനൊന്നുമില്ല, ഇവന് കാറ്റ് പോകാനായിട്ടൊരു എക്സിറ്റ് ഉണ്ട്. ഈ ഓക്സിജൻ കിട്ടണ്ടേ, പിന്നെ ഈ വേസ്റ്റ് അത് ഇതൊക്കെ കത്തിച്ച് അതിൻ്റെ പുക പോകാനൊക്കെ ആയിട്ട് ഒരു എക്സിറ്റ് ഉണ്ട്, ഒരു ഒഫീഷ്യൽ എൻട്രി ഉണ്ട്, ഒരു ഒഫീഷ്യൽ എക്സിറ്റ് ഉണ്ട് വേസ്റ്റൊക്കെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട്. അപ്പോൾ വെൻറ്റും 2 ഓപ്പണിംഗ് ഉണ്ട് ഇതിന്. ഈ സാധനം അങ്ങോട്ട് പോകാനുള്ള വഴിയെ അടച്ചാൽ പോരെ. അപ്പോൾ മേജർ കർത്താർ സിംഗ് പറഞ്ഞു, മിസ്റ്റർ തങ്കപ്പൻ തൻ്റെ ബുദ്ധി കൊള്ളാം, അയാളാണ് അടിച്ചു. ഇതേ അടിയാണ് ഫോർദോയിൽ അമേരിക്ക അടിച്ചത്. അവർ കഴിഞ്ഞപ്പോൾ ഇത് നല്ലൊരു ബുദ്ധിയാണല്ലോ, ആണവത്തിൽ തൊടുകയും വേണ്ട, അങ്ങോട്ട് പോകാനുള്ള വഴി അടച്ച പണ്ടാറടങ്ങിയുള്ള കോൺക്രീറ്റും മലയൊക്കെ ഇടിഞ്ഞു വീണ് നാശമായി. നമ്മളെക്കാൾ വലിയ ബോംബാണ് അവരിട്ടത്. അതുകൊണ്ട് മലയുടെ ഒരു കഷ്ണം തന്നെ അടർന്നിട്ട് ഇനിയിപ്പോൾ അത് തുറക്കണമെങ്കിൽ 10-30 വർഷത്തെ പണിയാണ്. കാരണം അകത്ത് വീണ്ടും ഈ സാധനം ഇരിക്കുന്നു. അതുകൊണ്ട് തുറക്കാനും പേടിക്കണം. നേരത്തെ ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് മലയെ അങ്ങോട്ട് തുറന്ന് വരുന്നങ്ങ് പോയാൽ മതി. പിന്നെയാണല്ലോ ഇത് കൊണ്ടുവന്ന് വയ്ക്കുന്നത്. ഇതകത്ത് വെച്ചിട്ട് മല തുറക്കാൻ പോയി കഴിഞ്ഞാൽ തന്നെ പണിപാളും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വയ്യാതെ നിൽക്കുകയാണ്. ഇത് കൂടാതെ ഒരു 460 കിലോ യുറേനിയം ഇവർ മാറ്റിയിട്ടുണ്ട്. അത് സത്യമാണ്. അത് JD വാൻസ് വരെയൊക്കെ സംബന്ധിച്ചാണ് 460 കിലോ. അത് ഇസ്രായേൽ ആദ്യം അടി കൊടുത്തല്ല. അപ്പം തന്നെ ഖമനേയി പറഞ്ഞു, എടാ സംഗതി എടുത്ത് മാറ്റ് ചേട്ടാ, അതിപ്പോൾ മാറ്റി എവിടെ എവിടെയെങ്കിലും കൊണ്ട് പോക്കോ, എടുത്ത് മാറ്റാ, പണ്ടാറക്കാലിന് അടിക്കും. അവനൊരു ദയയും മയമില്ലാത്തവനെ നീ എടുത്ത് മാറ്റുന്നു. അങ്ങനെ എടുത്ത് മാറ്റി എങ്ങോട്ട് കൊണ്ടുപോയി എന്ന് ആർക്കും അറിയില്ല. അത് കൊണ്ടുപോയിട്ട് ഇനി ഹമാസിൻ്റെ കയ്യിലോ ഹിസ്ബുള്ളയുടെ കയ്യിലോ ഒരു 1/4 കിലോ വെച്ച് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുത്തു. 460 കിലോ ഉണ്ടല്ലോ, ഒരു 1/4 കിലോ ചെയ്യുമാരുടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവന് ഡെർട്ടി ബോംബ് ഉണ്ടാക്കാം. നമ്മൾ പറഞ്ഞാണ് കഴിഞ്ഞ ആഴ്ച. അപ്പോൾ ഡെർട്ടി ബോംബ് അങ്ങനെ ചെയ്തു എന്ന് പറയാം. ആറ്റം ബോംബല്ല, ഡെർട്ടി ബോംബ്. അപ്പോൾ ഇങ്ങനത്തെ അപകടങ്ങളൊക്കെ നിൽക്കുന്നു. അപ്പോൾ ആ സമയത്ത് പുള്ളി ജീവനോടെ ഉണ്ടെങ്കിൽ, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഖമനി അല്ലെങ്കിൽ സബ്ജക്റ്റ് ദാറ്റ് ഞാൻ പറയുകയാണ്, പുള്ളിക്കൊന്ന് മസിൽ പഠിപ്പിക്കാനുള്ള ഒരു സ്ഥിതി ഇപ്പോൾ ഉണ്ട്. ഇനി ഡ്യൂപ്ലിക്കേറ്റ് ഖമനി ആണെങ്കിൽ എന്ന് ഞാൻ അഭിനയിക്കുകയല്ലേ, ഞാനങ്ങ് ജീവിച്ചേക്കാന്ന് പുള്ളിയൊക്കെ തീരുമാനിച്ചാലോ? അതിന് കൂടുതൽ സമ്മതിക്കണ്ടേ? ഇവർ ഈ ബിംബത്തെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയല്ലേ. അത് കഴിയുമ്പോൾ എണീറ്റ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ അഴിച്ച് തന്നെ ആ ഡ്രസ്സൊക്കെ ഇങ്ങോട്ട് അഴിച്ചതാ, എന്നിട്ട് പൊക്കോന്ന് അച്ചട്ടാന്ന് പറയല്ലേ. നമ്മളിവിടെ എറണാകുളത്തെ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ കണ്ടിട്ടില്ലേ, കോട്ടും ടൈയും ഒക്കെ ആയിട്ട് റിസപ്ഷൻ വയ്ക്കുന്ന ആൾക്കാർ. അവരുടെ ഷിഫ്റ്റ് കഴിയുമ്പോൾ ഒറ്റമുണ്ടും ഷർട്ടും കയ്യിലൊരു സഞ്ചിയുമായിട്ട് ഇവൻ മേനക ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നതാണ്. ഇവനാണല്ലോ കുറച്ച് മുമ്പേ അവിടെ. കാരണം ഇതൊക്കെ ഊരി വെച്ചിട്ട് വേണം. അതുപോലെ ഈ ഖമനയെ എവിടെയെങ്കിലും ബസ് സ്റ്റോപ്പിൽ കാണാം. ഖമനയെ ഇതുപോലെ ചേട്ടാ കളസമൊക്കെ ഊരിയും എടുത്തു. അല്ല കഴിഞ്ഞു ഇനി നാളെ ഞങ്ങൾ വിളിക്കുമ്പോൾ വന്നാൽ മതി. ഇന്നത്തെ ഒരു 250 രൂപ കൊടുക്കുക ചേട്ടന്. അന്നത്തെ ഖമനയ്ക്ക് 250 രൂപ കൊടുത്ത് പറഞ്ഞു കൊടുത്തു. തച്ചിന് നിർത്തിയിരിക്കുക. അതെ. അല്ല, നമ്മളിത് തമാശ, അതുകൊണ്ട് പുള്ളി അങ്ങ് ഇപ്പം കയറി ഭരിക്കാമെന്നൊന്നും വിചാരിക്കണ്ട. നമ്മൾ തമാശയായിട്ട് പറഞ്ഞാലും ഇതിൻ്റെ സാധ്യതകളുണ്ട്, ലോകത്ത് പലപ്പോഴും നടന്നിട്ടുണ്ട്. ഉണ്ടെന്നേ. നമ്മളിത് ഈ നമ്മളുടെ മലയാളിയുടെ സാമാന്യ ബുദ്ധി വെച്ച് ഈ ജിയോ പൊളിറ്റിക്സ് അനലൈസ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടും. നമ്മൾ വലിയ റിസർച്ചൊക്കെ നടത്താൻ പോയി കഴിഞ്ഞാൽ അവരുടെ കൈ ചെന്ന് പെടും. നമ്മൾ അവരുടെ നരേറ്റീവ് നമ്മളിത് കാണുമ്പോഴാണ് ഇത് എന്താ
നമുക്കറിയാലോ, നമുക്ക് ഉള്ളിൽ ഇങ്ങനെ തോന്നും ഇതൊരു തട്ടിപ്പാണ്. ഈ കമ്പനി പുറത്തിറങ്ങി എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇത് ഡ്യൂപ്ലിക്കേറ്റ് കമ്പനിയാണ്. ഒറിജിനൽ ഖമനയുടെ ആണ്ടും ശ്രാദ്ധവും എല്ലാം കഴിഞ്ഞപ്പോൾ പുറയിൽ നടത്തുന്നുണ്ടാകും ഖബറിങ്കൽ പ്രാർത്ഥന. അതെ അതെ. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അത് പുറത്തു വരും. അതൊക്കെ വരും. വരുമ്പോഴത്തേക്ക് അപ്പോൾ സിറ്റുവേഷനൊക്കെ കഴിഞ്ഞില്ലേ, ആ സമയത്ത് ഞാനും സുനിലും ഉണ്ടാവില്ല. തലമുറ തന്നെ മാറിക്കഴിയും ഈ കഥകളൊക്കെ പുറത്ത് വരുമ്പോൾ. പിന്നെ ആരെങ്കിലും ജീവചരിത്രമൊക്കെ ആത്മകഥയൊക്കെ എഴുതുമ്പോഴാണ് ഇത് പുറത്ത് വരുന്നത്. ഏതായാലും ഖമനയി ഒറിജിനലോ വ്യാജനോ അതാണിപ്പോൾ നമ്മുടെ ചിന്താവിഷയം. ഒറിജിനലായാലും വ്യാജനായാലും നമുക്കതിനകത്തൊരു സ്റ്റേക്കുമില്ല. അവിടെ കിടന്ന് എന്താണെന്ന് വെച്ചാൽ ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.